പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. അഹമ്മദ് ബിലാൽ എന്നയാളാണ് അറസ്റ്റിലായത്. ബൈസരൻ വാലിക്ക് സമീപത്ത് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നാണ് വിവരം. ഇയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ധരിച്ചതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിയതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നേരത്തെ ജമ്മു കശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്ന് പാകിസ്ഥാൻ പൗരനെ പിടികൂടിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെയാണ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പൗരനെ ഇന്ത്യൻ സൈന്യം പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉന്നതോദ്യോഗസ്ഥർ അറിയിച്ചു. പഞ്ചാബിലെ ദുർഗാദാസ്പൂരിൽ നിന്ന് നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൗരനെ BSF സംഘം പിടികൂടി. ദിവസങ്ങൾക്കിപ്പുറമാണ് സമാനമായി പൂഞ്ചിൽ നിന്ന് മറ്റൊരാളെയും പിടികൂടിയത്. പാകിസ്ഥാൻ സ്വദേശിയായ ഹുസൈനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് ഇയാൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത്. ജമ്മു കശ്മീരിൽ ഭീകരാക്രമണമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് 3 ദിവസം മുൻപ് തന്നെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്നുവെന്നാണ് ഖാർഗെ ഉന്നയിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് മോദിയുടെ ജമ്മു കശ്മീർ സന്ദർശനം മാറ്റിവെച്ചതെന്നും ഖാർഗെ ആരോപിക്കുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണമുണ്ടാകാൻ കാരണം ഇന്റലിജൻസ് വീഴ്ചയാണ്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ആക്രമണമുണ്ടാകുമെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ലെന്നും ഖാർഗെ ചോദിച്ചു. ആക്രമണമുണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് തന്നെ ഇതു സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് ലഭിച്ചുവെന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്നും ഖാർഗെ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം റദ്ദാക്കിയതെന്നും ഖാർഗെ ആരോപിക്കുന്നു. മാത്രമല്ല താനിത് പത്രങ്ങളിൽ വായിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 28-ന് നടന്ന ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സർക്കാർ സമ്മതിച്ചിരുന്നു. ആക്രമണമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമുണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. ഇക്കാര്യം ഉന്നയിച്ചാണ് ഖാർഗെ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിക്കാമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യ തിരിച്ചടിച്ചാൽ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിലുള്ള ആഭ്യന്തര വെല്ലുവിളികൾ ഏറെയാണ്. ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ വെറും 4 ദിവസത്തേക്കുള്ള യുദ്ധശേഷി മാത്രമേ പാകിസ്ഥാനുള്ളൂ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെട്ടിക്കുറച്ച ബജറ്റുകൾ, കാലഹരണപ്പെട്ട ആയുധങ്ങളും വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമവും പാക് സൈന്യം നേരിടുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനും ഇസ്രയേലുമായി അടുത്തിടെ നടത്തിയ ആയുധ ഇടപാടുകൾ മൂലം പാകിസ്ഥാൻ കടുത്ത ആയുധക്ഷാമം നേരിടുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുക്കാതെ അന്താരാഷ്ട്ര തലത്തിൽ ആയുധങ്ങൾ വിറ്റഴിച്ചത് പാകിസ്ഥാന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാക് സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.